ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പറയുകയാണ്, ഇന്നലെ ഒരു രാത്രി, ആ ഒരു രാത്രി മതി ഇനി മുതൽ നന്ദേട്ടൻ്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാൻ. പഴയ പകയും വിദ്വേഷവും എല്ലാം മറന്ന് ഇന്നു മുതൽ ഞാൻ നന്ദേട്ടൻ്റെ ഒരു പുതിയ ഭാര്യയായിരിക്കും. നല്ലൊരു ഏട്ടത്തിയായിരിക്കും, നല്ലൊരു മരുമകളുമായിരിക്കും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമ്മൾ അഭിനയത്തിനാണെങ്കിൽ പോലും എന്ത് സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. അതൊക്കെ നന്ദേട്ടനൊന്ന് ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും മാറാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക വാഷ്റൂമിലേക്ക് പോകുമ്പോൾ നടന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് നന്ദൻ. ബാറിന്റെ വാതിൽക്കൽ നിന്ന് കാറ് തുറക്കാൻ ശ്രമിച്ചതും തുടർന്ന് സന്ധ്യ വന്ന് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് ആക്കിയതും അവന്തിക താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയതും അവിടം വരെ മാത്രമേ നന്ദന് ഓർമ്മ കിട്ടുന്നുള്ളൂ. ടെൻഷനോടെയുള്ള നന്ദന്റെ നിൽപ്പ് കണ്ട് സന്തോഷത്തോടെ അവന്തിക നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന അർച്ചനയാണ്. എന്താടോ തൻ്റെ മുഖത്തൊരു ടെൻഷൻ പോലെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് 6 മാസമായാൽ തുടങ്ങും നാട്ടുകാരുടെ വക വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം. ഇപ്പൊ തന്നോട് ആരാ ചോദിച്ചത്? അമ്പിളി ചേച്ചി വരെ ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എടോ, ഡോക്ടറെയൊക്കെ ഇനി എന്തിനാ പോയി കാണുന്നത്? നമ്മള് സന്ധ്യ ഡോക്ടറെ കണ്ടതല്ലേ? അതുപോലെ സച്ചിയേട്ടാ, നമുക്ക് ഈ ഡോക്ടറെ കൂടി ഒന്ന് കാണണം. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സന്ധ്യ ഡോക്ടർക്ക് മടിയായിട്ടാണെങ്കിലോ? അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞു. സച്ചിയേട്ടൻ റെഡിയാകാൻ നോക്ക്, നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. എടോ, തൻ്റെ ആഗ്രഹം ഞാൻ സമ്മതിച്ചു തരുന്നു. നാളെയോ മറ്റന്നാളോ വല്ലതും പോയാൽ പോരെ? പോരെ സച്ചിയേട്ടാ, ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. തുടർന്ന് ആ ഡോക്ടർ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമൊന്നുമില്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞതല്ലേ? ഇനിയും ചെക്കപ്പിന്റെ ആവശ്യമുണ്ടോ? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞങ്ങളെ നോക്കിയ ഡോക്ടർ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറാണ്. പോരാത്തതിന് എൻ്റെ ക്ലോസ് ഫ്രണ്ടുമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് ഡോക്ടർ മറച്ചു വെക്കുകയാണെങ്കിലോ? അങ്ങനെയൊന്നും ഒരു ഡോക്ടറും ചെയ്യില്ലെന്ന് ആ ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എന്നാലും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സച്ചിയോട് പുറത്തേക്കിറങ്ങി നിൽക്കാൻ പറയുകയാണ് ഡോക്ടർ. എന്ത് തടസ്സമുണ്ടെങ്കിലും ഈ കാലത്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ചികിത്സാ രീതി. പിന്നെ ചില റെയർ കേസുകൾ മാത്രം. എന്താണെങ്കിലും നമുക്ക് പരിശോധിക്കാമെന്നും ഡോക്ടർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ പുറത്തിരിക്കുന്ന സച്ചിയാണ്. പിന്നീട് കാണിക്കുന്നത് അനൂപ് നെല്ലിശ്ശേരി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതാണ്. അനൂപിന് തന്റെ സഹപ്രവർത്തകരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നന്ദൻ. ഇന്നു തന്നെ അനൂപ് ജോയിൻ ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അനൂപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. പരിശോധനയ്ക്ക് ശേഷം അർച്ചന ഡോക്ടറിനോട് ചോദിക്കുകയാണ്, എന്തായി ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സിനെ വിളിച്ച് അർച്ചനയുടെ ഹസ്ബൻഡിനോട് വരാൻ പറയാൻ ഡോക്ടർ പറയുന്നു. തുടർന്ന് സച്ചി അകത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. അർച്ചന ഒരിക്കലും ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ഡോക്ടർ ഒരു മിനിറ്റ്, എനിക്ക് ഡോക്ടറോടൊന്ന് തനിച്ച് സംസാരിക്കണം. അർച്ചനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അങ്ങനെ അർച്ചന പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഡോക്ടറിന് പറയാനുള്ളത് അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആകില്ലെന്നല്ലേ? ഇത് കേൾക്കുന്ന ഡോക്ടർ ഞെട്ടലോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആദ്യം ഞങ്ങളൊരു ഡോക്ടറിനെ കാണിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ അർച്ചനയുടെ ക്ലോസ് ഫ്രണ്ട്? ആ ഡോക്ടർ തന്നെയാ എന്നോട് ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ ഞാൻ ഇതുവരെ ഇതൊന്നും അർച്ചനയോട് പറഞ്ഞിട്ടില്ല. അർച്ചനയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ആ കുട്ടിയോട് പറയാതിരുന്നാൽ അത് ഞാൻ ആ കുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കില്ലേ? സച്ചി, ഈ കാര്യം മറച്ചു വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു പൊട്ടിക്കരച്ചിലൂടെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. പിന്നീടാണ് ഈ കുട്ടി അറിയുന്നതെങ്കിൽ എന്നെ അടക്കം എല്ലാവരെയും ആ കുട്ടി ശപിക്കുകയല്ലേ ഉള്ളൂ. സച്ചി, വെറുതെ ആ കൊച്ചിന് പ്രതീക്ഷ കൊടുത്ത് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് സച്ചി ചോദിക്കുന്നു. എന്തുപകാരമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ സച്ചി ഡോക്ടറിനോട് കാര്യം പറയുകയാണ്. അതിനുശേഷം സച്ചി ഡോക്ടറിന്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്തായി സച്ചിയേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഡോക്ടറിന് തന്നോടെന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ അർച്ചന അകത്തേക്ക് ചെല്ലുമ്പോൾ വിഷമത്തോടെ പുറത്തിരിക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.